Hello, welcome to Precise for Civil Engineers Geotechnical Engineering Part 3 video. Part 1-2 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ആയിരുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തൊരു വീഡിയോ കാണുക. പാർട്ട് 3 വീഡിയോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which among the following is a compression of soil mass resulting from a long-term static load and consequent escape of pore water? Compaction, consolidation, sedimentation and thixotrophy. അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ കൺസോളിഡേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കംപ്രഷൻ ഓഫ് സോയിൽ മാസ് എന്നും ഓരോ ടേംസ് ആയിട്ട് നോക്കാം. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോളിയം റിഡക്ഷൻ ഓഫ് സോയിൽ ഡ്യൂ ടു ദ എസ്കേപ്പ് ഓഫ് എയർ ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ. ഇഫ് കംപ്രസിബിലിറ്റി ഒക്കേഴ്സ് ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് എയർ, അതിനെ നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയും. ഇഫ് കംപ്രസിബിലിറ്റി ഒക്കേഴ്സ് ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് വാട്ടർ, അതിനെ നമ്മൾ കൺസോളിഡേഷൻ എന്നാണ് പറയുന്നത്. കോമ്പാക്ഷൻ ഒരു ക്വിക്ക് പ്രോസസ്സും ആൻഡ് അത് ആസ് എ റിസൾട്ട് ഓഫ് ഡൈനാമിക് ലോഡിംഗ് ആണ് സംഭവിക്കുന്നത്. വെറാസ് കൺസോളിഡേഷൻ ഇസ് എ വെരി സ്ലോ പ്രോസസ് വിച്ച് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റാറ്റിക് ലോഡിംഗ്. ഇപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് കംപ്രഷൻ ഓഫ് സോയിൽ മാസ് റിസൾട്ടിംഗ് ഫ്രം ലോങ് ടേം സ്റ്റാറ്റിക് ലോഡ് ആൻഡ് കൺസിക്വൻറ്റ് എസ്കേപ്പ് ഓഫ് പോർ വാട്ടർ. ഇവിടെ സ്റ്റാറ്റിക് ലോഡാണ് ചോദിച്ചിരിക്കുന്നത്, മാത്രമല്ല എസ്കേപ്പ് ഓഫ് പോർ വാട്ടർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി കൺസോൾട്ടേഷൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡൈനാമിക് ലോഡിങ്ങും എസ്കേപ്പ് ഓഫ് എയറും ആയിരുന്നെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു വരേണ്ടിയിരുന്നത്, കോമ്പാക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് among the following is responsible for quicksand condition? Effective overburden pressure, shear strength of soil, seepage pressure and cohesion between the soil particles. അപ്പോൾ നമുക്ക് സീപ്പേജ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സീപ്പേജ് വാട്ടർ ഓൺ സോയിൽ പാർട്ടിക്കിൾസ്. സീപ്പേജ് പ്രഷർ ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ടു സീപ്പേജ് ഹെഡ്. സീപ്പേജ് പ്രഷർ എപ്പോഴും ഡയറക്ഷൻ ഓഫ് ഫ്ലോയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് അപ്വേർഡ് സീപ്പേജ്, എഫക്റ്റീവ് സ്ട്രെസ് വിൽ ബി gamma submerged minus seepage pressure. In the case of downward seepage, effective stress will be gamma submerged plus seepage pressure. ഇനി ക്വിക്സാൻഡ് കണ്ടീഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ക്വിക്സാൻഡ് കണ്ടീഷൻ സംഭവിക്കുന്നത് ഫൈൻ സാൻഡിലും സിൽറ്റിലുമായിരിക്കും. ആൻഡ് ഹിയർ ദ സീപ്പേജ് ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ് ടു 0 ഇൻ ദ കേസ് ഓഫ് ക്വിക്സാൻഡ് കണ്ടീഷൻ. അതായത് ഗാമ സബ്മേർജ് മൈനസ് സീപ്പേജ് പ്രഷർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ വിച്ച് among the following is responsible for quicksand? ക്വിക്സാൻഡ് കണ്ടീഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സീപ്പേജ് പ്രഷറാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി? ഓപ്ഷൻ എ വോയിഡ് റേഷ്യോ, ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്, ഓപ്ഷൻ സി യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ആൻഡ് ഓപ്ഷൻ ഡി വിസ്കോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയും ഈ ടേംസും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. K is equal to C d10 square EQ by 1 plus E gamma W by mu. mu എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് വോയിഡ് റേഷ്യോയും ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾസും യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡും. ഓപ്ഷൻ ഡി വിസ്കോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് മാത്രമാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി വിസ്കോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. If the porosity is denoted by N and specific gravity of solids is G, then the hydraulic gradient of deposit to develop boiling of sand is given by. Boiling of sand എന്ന് പറഞ്ഞാൽ ക്വിക്സാൻഡ് കണ്ടീഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ക്വിക്സാൻഡ് കണ്ടീഷൻ ആകുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസസ് ടു 0. സോ അതിൽ നിന്ന് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് നമുക്ക് G-1/1 + E എന്നാണ് കിട്ടുന്നത്. റിലേഷൻ ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പൊറോസിറ്റി എന്ന് പറയുന്നത് E is equal to N/1 - N ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇൻ ടേംസ് ഓഫ് പൊറോസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി G-1/1 - N എന്ന് കിട്ടുന്നു. അതായത് ഓപ്ഷൻ ഡി. Question number 5. Two circular footings of diameter D1 and D2 are resting on the surface of purely coarse soil. The ratio D1/D2 equal to 2. If the ultimate load carrying capacity of footing of diameter D1 is 200 kN per meter square, then the ultimate bearing capacity of the footing D2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഐസൊലേറ്റഡ് സർക്കുലർ ഫൂട്ടിംഗ് ആണ്.
bearing capacity of an isolated circular footing in the formula വരുന്നത് ultimate bearing capacity is 1.3 times C into NC plus gamma D into NQ plus 0.3 gamma B into N gamma. ഈ ക്വസ്റ്റ്യനിൽ പ്യുവർലി കോസി സോയിൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 0 ആയിരിക്കും. മാത്രമല്ല NC NQ N ഗാമയുടെ വാല്യൂ 5.7 1 and 0. അപ്പോൾ അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ the ultimate bearing capacity QU reduces to 1.3 C into NCക്ക് 5.7 plus gamma D. ഇവിടെ നമ്മൾ NCയുടെ വാല്യൂ 5.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 7.41 C plus gamma D എന്ന് വരുന്നു. സിൻസ് ദ ഫൂട്ടിംഗ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ സോയിൽ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫൂട്ടിംഗ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ സർഫസ് ഓഫ് പ്യുവർലി കോസി സോയിൽ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ D വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി 7.41 C. ഹിയർ ബെയറിംഗ് കപ്പാസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ഓഫ് ഫൂട്ടിംഗ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ D1/D2 = 2 യാതൊരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഫൂട്ടിംഗ് D2 വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഫൂട്ടിംഗ് D1 പ്രൊവൈഡഡ് ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആയതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി വിൽ ബി 200 kN/m². ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഷിയർ ബോക്സ് ടെസ്റ്റ് ദ ഫെയിലിയർ പ്ലെയിൻ ഈസ് weakest plane, horizontal plane, vertical plane and principal plane. Shear box testile failure plane is always horizontal. If the plasticity index of the soil mass is 0, then the soil is. Plasticity index IP എന്ന് പറയുന്നത് difference between liquid limit and plastic limit ആണ്. When IP value is high, that means the soil is a clay. Whereas IP value is low, then the soil may be either gravel or sand. അപ്പോൾ ഇവിടെ IP വാല്യൂ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സോയിൽ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ എ സാൻഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ സോയിൽ ഹാവിംഗ് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് മോർ ദാൻ 10 is equal to. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് D60/D10 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിയെ പറ്റി പറയുന്നുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി 1 to 2 ആണെങ്കിൽ അത് യൂണിഫോംലി ഗ്രേഡഡ് സോയിലാണ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ഇറ്റ് ഡിനോട്ട്സ് വെൽ ഗ്രേഡഡ് ഗ്രാവൽ. വെറസ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 6 ഇറ്റ് ഡിനോട്ട്സ് വെൽ ഗ്രേഡഡ് സാൻഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി മോർ ദാൻ 10 ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, വെൽ ഗ്രേഡഡ് സോയിൽ. വാട്ട് ഈസ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നമ്മൾ കുറച്ച് മുന്നേ നോക്കിയതാണ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 10th question. What is negative skin friction? Option A, upward drag acting on the pile due to surrounding soil. Option B, downward drag acting on the pile due to surrounding soil. Static skin friction on the shaft during Dutch cone penetration test. And skin friction acting on the piles by surrounding soil. ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. When a pile is inserted through very loose soil, the loose soil compact itself and settlement of soil occurs. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഒക്കർ ചെയ്യുന്നത് റീസെൻ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സോയിലിൽ അഥവാ ലൂസ് സോയിൽസിലും ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ the loose soil that drags the pile along with it and hence the load carrying capacity of the pile is also getting reduced. അപ്പോൾ ഈ ഫിനോമിനനെയാണ് നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണം ദർ ഇസ് എ ഡൗൺവേർഡ് ഡ്രാഗ് ഓൺ ദ പൈൽ ഡ്യൂ ടു സറൗണ്ടിങ് സോയിൽ. അതുകൊണ്ട് തന്നെ പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ സബ്ജക്ട്സ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എല്ലാവരും ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.